ഇതിനെക്കാട്ടിയും വലിയ വേറൊരു പ്രശ്നം ഉണ്ടല്ലോ പരമ. എന്ത് പ്രശ്നം? ജിത്തു പ്ലേ ബോയ്. ഒരു കനേഡിയൻ വസന്തം. അതെ ഡാ പരമ, ഞാനൊരു കാര്യം പറയട്ടെ. അവൾ ആ ജിത്തു പ്ലേ ബോയ് സ്കെച്ചിട്ട് വച്ചേക്കാണ്. അവൻ എവിടെ? നീ ഇവിടെ? എവിടെ ബ്രോ? കാലിനിടയിൽ. ഇവന്റെ ഇപ്പോഴത്തെ അവസ്ഥ പറഞ്ഞാടാ കോപ്പേ. ഇവന്മാരെ കൊണ്ട് ഞാൻ രണ്ടെണ്ണത്തിന് പറഞ്ഞിട്ടുണ്ട്. ആ ഫ്ലൂട്ടിന്റെ പേരും പറഞ്ഞ് എന്റെ അടുത്തോട്ട് വരരുതെന്ന്. അത് മാത്രമല്ല, ജിത്തു പ്ലേ ബോയ്യാ. പ്ലേ ബോയ് എന്നിട്ട് അവന്റെ വീട്ടുപേരാ ജിതേന്ദർ. അങ്ങനെ വിളിച്ചാ മതി രണ്ടെണ്ണോ. അതെ, അവനെങ്ങനെ വിളിക്കുന്നുണ്ടെങ്കിലേ അത് അവന്റെ സ്കില്ല. നിനക്കാകപ്പാടെയുള്ള സ്കില്ല് ഹാർപ്പിക്കല്ലേ. മോനെ ഡോണേ, മുറിവേറ്റ സിംഹത്തിന്റെ ഗർജന നീ കാണാൻ കിടക്കുന്നതേ ഉള്ളൂ. നീയും അയ്യേ. അതെ, ഈ സിംഹം കിടക്കത്തേ ഉള്ളൂ, എഴുന്നേക്കത്തില്ല. ഡാ, അസൂയെ പറ്റിയിട്ട് കാര്യമില്ല. അവന് ക്യാഷ് ഉണ്ട്. ക്യാഷ്, ഫിൽത്തി റിച്ച്, പൂത്ത പണം. നീയാണേലോ ഇന്ന് ജോലിക്ക് പോയില്ലേ, നാളെ ഹോംലെസ്സാ. അതിൽ കാറുണ്ട്, കാർ. നിൻ്റെലാണല്ലോ അപ്പുറത്തെ വീട്ടിലെ സായിപ്പ് ഗാർബേജിലിട്ട സൈക്കിള്. അതാണേ പഞ്ചറും. കഴിഞ്ഞില്ല മോനെ, ഇനിയാണ് മെയിൻ ഐറ്റം. അവൻ്റെ ഫിസിക്. നീ കൂടുതൽ നോക്കണ്ട, വൃത്തികേടാവും. അതെന്നാ ചാത്തനം? മാസ്കുലർ അട്രാക്റ്റീവ് പേഴ്സണാലിറ്റി. എൻ്റെ അടുത്ത് പലതവണ പറഞ്ഞിട്ടുണ്ട് മനുഷ്യന് മനസ്സിലാവുന്ന ഭാഷ സംസാരിക്കാൻ. അവൻ്റെ ഒരു ജെൻസി. ഹേ ബ്രോ, ഇങ്ങനെ സോൾട്ടി ആവില്ലേ? നിർത്തടാ. ബ്രോ, ഇന്ന് ഷിഫ്റ്റ് ഇല്ലേ? ഉണ്ടല്ലോടാ. നിന്റെയൊക്കെ ജിതേന്ദ്ര പുരാണം കേട്ടിരുന്ന എന്റെ ജോലി പോവും. ഞാൻ റെഡി ആവട്ടെ. റെഡിയാന്നൊക്കെ കൊള്ളാം. ആ ഫേസ് വാഷ് എടുക്കരുത്, അതെൻ്റെതാ. തൊട്ടാ കൈനാൻ വിട്ടു. അതിന്റെ ഡേറ്റ് കഴിഞ്ഞു ബ്രോ. ഡേറ്റോ? അപ്പൊ നീയും? ആരാണ് പുറത്താകുന്നത് എന്ന ചോദ്യം ഇങ്ങനെ അന്തരീക്ഷത്തിൽ അതേ ചോദ്യത്തിന്റെ പതർച്ചയിൽ എവിക്ഷന് തയ്യാറായി നിൽക്കുകയാണ് 8 മത്സരാർത്ഥികൾ. അവരുടെ സ്വയം കണ്ടെത്തലിന്റെ യാത്ര ജനവിധിയുടെ വഴിത്തിരിവിൽ എത്തി നിൽക്കുകയാണ്. ആരായാലും ബ്രോ, നിങ്ങൾ ഈ ബ്രെഡിൽ ഫംഗസ് ആയെന്നാ തോന്നേ. അതാരാണ്? ഫംഗസാങ്കി എടുത്ത് കളയടേ. ഇനി ഞാൻ തിന്നണോ അത്? കഴിഞ്ഞ ഒരാഴ്ച ഈ വെട്ടി നടന്ന സംഭവങ്ങളിൽ കുറച്ച് വെറുതെ കമ്പട്ടം പറഞ്ഞിരിക്കുക. ഡോണെ, എന്നെ ഒന്ന് ഡ്രോപ്പ് ചെയ്യടാ. 10 യാർഡ്. അവസ്ഥ വേണ്ട വേണ്ട, ഊബർ വിളിച്ചു നോക്കിയോ? എനിക്ക് ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടുന്നവരെ നിന്റെ ഈ കളത്തുണ്ടാവുള്ളൂ. എന്തുവാടെ ഒരു കിണി. അളിയ, നീ ഡ്രൈവ് ടെസ്റ്റിന് പോയ ആലോചിച്ച് ഞാൻ ചിരിച്ചതാ. വാട്ട് ബ്രോ? അതറിയത്തില്ല? ഡ്രൈവ് ടെസ്റ്റിന് പോയിട്ടെ ഇൻസ്ട്രക്ടറെ ബോധം കെടുത്തി നായകരെ കൊണ്ടുപോകാനാണ് ഈ മലരൻ. അത് ഡ്രൈവിംഗ് ടെസ്റ്റ് ആകുമ്പോ ചിലപ്പോ ചില എക്സിറ്റ് എടുക്കാൻ പറ്റില്ല എന്ന് വരും. കൊള്ളാം എന്ന് വിചാരിച്ച് അവര് ഈ ലോല ഹൃദയ ബോധം കെടുമെന്ന് ഞാൻ അറിഞ്ഞു. ഈ കാലകേയന്റെ മോനെ ഉണ്ടല്ലോ, ഒന്നാമത് ലേറ്റാ. നീ ഒന്ന് പോയി റെഡി ആയിട്ട് തരുന്നുണ്ട് ഞാൻ. ലൈറ്റ് വിടത്തില്ല, കലിപ്പ് തീരുന്നില്ല. വന്നേ, ഡോണ്ട് ബി സാഡ്. ഞാനില്ലേ, വൈരിക്ക്. അല്ലെങ്കിലും ഞാൻ നിങ്ങളെയൊക്കെ എന്റെ ഫാമിലി ആയിട്ട് കണ്ടിട്ടുള്ളൂ ബ്രോ. അത് പിന്നെ എനിക്ക് അറിയില്ലേ. പിന്നെ നീ ഇന്നലെ എന്തോ ചക്കീനെ പറ്റി പറഞ്ഞില്ലേ? എന്താ? ചക്കിയല്ല ബ്രോ, പൂക്കി. പൂക്കി. അപ്പൊ ഈ പൂക്കി എന്ന് പറഞ്ഞ പെണ്ണുങ്ങളൊക്കെ വളയൂലേ? അതിന് പൂക്കി മാത്രം പോരാ ബ്രോ, അതിന് നല്ല സിപ്പും ഗ്രിമ്പും ഒക്കെ വേണം. കുറിപ്പിച്ചിട്ട് കൂടുന്ന കള്ളന് മനുഷ്യർക്ക് മനസ്സിലാവുന്ന ഭാഷ പറ. സോറി ബ്രോ, അതിന് നമ്മൾ ഇഷ്ടപ്പെട്ട പെണ്ണിന് വേണ്ടി നമ്മൾ മാറണം. നമ്മൾ കൂടുതൽ സെക്സിയും ട്രെൻഡിയും ഒക്കെ ആകണം. സെക്സി, ഐ ലൈക്ക് ഇറ്റ്. പിന്നെ നമ്മളിപ്പോ ക്ലാസ് കഴിഞ്ഞാൽ പോവായിരുന്നു. നോക്കണ്ട രണ്ടും. ഇപ്പൊ പോയില്ലേ, ആ കൂതറ പെണ്ണു പോവും. എന്തോന്നാ പൂക്കി. ഡോണേ, നീ ഒരുപാടായി ആ പാവം കൊച്ചിനെ പറ്റി വേണ്ടാത്തൊക്കെ പറയുന്നു. ഇനി നീ നിർത്തിക്കോ, അല്ലെങ്കിൽ ഞാൻ ആരാന്ന് നീ അറിയും. അത് താങ്ങാനുള്ള ശേഷി നിനക്കൊണ്ടാവൂല. ഡോണിന്റെ അന്ത്യം പരമന്റെ കൈകൊണ്ടു. കാത്തിരുന്നു കാണാം.